ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലെവൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നിഫ്റ്റിയിൽ 24,286, 24,198 ഈ രണ്ട് ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഞാൻ അതല്ല 24,589 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ 24,286 കിട്ടാൻ കാരണം ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ടാണ്. ഓക്കെ, അത് അപ്സൈഡ് ഉള്ളത് ഒരു ഡേ ലിക്വിഡിറ്റി എന്നൊക്കെ പറയാം, ഒരു IDX അല്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 50,000 തൊട്ട് താഴെയാണ് ലിക്വിഡിറ്റി ഉള്ളത്. അതിൽ 54,997 അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. അത് പ്രീവിയസ് ഡേ ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അത് ടാപ്പ് ചെയ്താണ്. അതുകൊണ്ട് നമുക്ക് അത് കൺസിഡർ ഉണ്ടായി. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മുകളിലേക്ക് പോയതുകൊണ്ടാണ് നമുക്ക് 54,997 എന്നുള്ള ലിക്വിഡിറ്റി ഏരിയ കിട്ടിയത്. അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് എൻ്റെ ട്രേഡ് പ്ലാൻ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അത് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് നോക്കാം. അതാണ് ഇപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. വേറെ അപ്സൈഡ് ഒരുപാട് അപ്സൈഡാണ്. പിന്നെ അപ്സൈഡുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 55ൻ്റെ ഒരുപാട് മുകളിലാണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി തൊട്ടടുത്തുള്ളത് ഈ ഒരു ഏരിയയാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. നിഫ്റ്റിയിലും വേറെ ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്തിട്ടില്ല. സമയം 9:18 ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള ലൈവ് സെഷനാണ്. അപ്പോൾ അതുകൊണ്ട് 11 മണി വരെയുള്ള സെഷനിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയായിരിക്കും. അതിന് ശേഷം ആയിരിക്കും. അപ്സൈഡ് 55,594 അതുപോലെ ഡൗൺ സൈഡ് വേറെ ഉള്ളത് 54,515. പക്ഷേ നമുക്ക് ഓൾറെഡി 54,997 താഴേക്ക് വന്നാൽ തന്നെ ബാങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം. നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയയും ടാപ്പ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് മുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് ഒന്നെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് നോക്കാം, അല്ലെങ്കിൽ മുകളിൽ പോയാൽ താഴേക്ക് നോക്കാം. ഇതിൽ ഏതാണ് ആദ്യം വരുന്നത്, ബാങ്കിലാണോ നിഫ്റ്റിയിലാണോ, അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:05 ആയിട്ട് നമുക്ക് ഒരു അപ്സൈഡ് ട്രേഡ് നോക്കാം. ഞാൻ രാവിലെ പറഞ്ഞു 54,990 സംതിങ്ങിൻ്റെ അവിടെ 55ൻ്റെ തൊട്ട് താഴെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അത് ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയി. പക്ഷേ നമുക്ക് എൻട്രി തന്നിട്ടില്ല. 54,997 താഴേക്ക് വന്നു. അതിനുശേഷം 2-3 ഓപ്പർച്യൂണിറ്റി വന്നു. പക്ഷേ പിന്നെയും മുകളിലേക്ക് കുറേ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് കുറച്ചും കൂടി താഴെ ഏരിയ നിന്ന് കിട്ടേണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എൻട്രിക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കാം. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരറ്റ് എൻട്രി പ്ലാൻ ചെയ്യാം. ചേഞ്ച് ഓഫ് ക്യാരറ്റ് എൻട്രി നേരത്തെ വന്നതാണ്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാക്കുക എന്നല്ലാതെ അത് എടുക്കാതെ മുകളിലേക്ക് അങ്ങനെ പോവാണ്. കറൻ്റ്ലി കുറച്ചും കൂടി പ്രീമിയം ഒക്കെ കൂടിയിട്ടായിരിക്കും. ഇപ്പം നമുക്ക് കുറച്ച് താഴെ തന്നെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ 54,997 താഴെ എടുത്തതിന് ശേഷം വരികയാണെങ്കിൽ ഓക്കെ, നമ്മൾ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, എൻട്രി ടാപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 55,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 1,120 ആയോ നമുക്ക് എൻട്രി കിട്ടിയത്? കുറച്ചൊരു സെക്കൻഡ്. 1,136 നമുക്ക് എൻട്രി. ഇപ്പം തന്നെ 10 പോയിന്റ് ലോസിലാണ്. 10 പോയിന്റ് പിന്നെ തിരിച്ച് കയറിയുണ്ട്. ഓക്കെ, 2 ലിക്വിഡിറ്റി അടുപ്പിച്ച് വരുന്നുണ്ട്. പക്ഷെ അത് പോയിന്റ്സ് കുഴപ്പമില്ല. ആ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇത് പുതിയൊരു മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് താഴെ വരുമ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇപ്പം വീണ്ടും ഒരു സിങ് ഹൈ എടുക്കുകയാണെങ്കിൽ താഴെ വീണ്ടും ലിക്വിഡിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു സിങ് ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യുന്ന രീതിയിൽ ചെയ്യട്ടോ. ഇനി അതല്ല, താഴേക്ക് വന്നിട്ട് SL അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് നമ്മളത് കഴിയും. പിന്നീട് സെക്കൻഡ് ട്രേഡ് നല്ല അവസരം വരുമ്പോൾ നോക്കാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ 54,997 താഴെ വന്നു. മാർക്കറ്റ് അപ്സൈഡ് പോകാൻ തുടങ്ങി. ഒന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന സമയത്ത് നമുക്ക് താഴെ ലെവലിലൊരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് വരാതെ വീണ്ടും അപ്സൈഡ് പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എൻട്രി കിട്ടിയത്. ഓക്കെ, അഗെയിൻ നമുക്ക് 10 പോയിന്റിലേറെ ലോസിലാണ് ഇപ്പോൾ. നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 10:36 ആയിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി നമ്മുടെ ട്രേഡ് 2 പ്രാവശ്യം 7,000 വരെ വന്ന് താഴേക്ക് ലോസിലേക്ക് വന്നതല്ലേ. ഞാൻ പറഞ്ഞില്ല, ഒരു അപ്സൈഡ് സിങ് ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാം. പിന്നെയും റീ എൻട്രി തരാം. അതിൻ്റെ തൊട്ടടുത്താണുള്ളത്. ഇനി അവിടെ നിന്ന് നേരെ താഴെ വന്നാലും ഇനി അവിടെ നിന്ന് ജസ്റ്റ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതാണ് പ്ലാന്. അപ്പോൾ ഓൾമോസ്റ്റ് 7,400 റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ 2-3 പ്രാവശ്യമായി ഇപ്പോൾ അവിടെ വരുന്നല്ലേ. 2 പ്രാവശ്യം അവിടെ ടാപ്പ് മീൻസ് 7,000 6,000 റേഞ്ചൊക്കെ പ്രോഫിറ്റ് കാണിച്ചു, വീണ്ടും ലോസ് കാണിച്ചു.
അങ്ങനെ നിൽക്കുകയാണ് മാർക്കറ്റ്. അതാ പറഞ്ഞത്, മാർക്കറ്റിൽ ഒരു പൈസ ഉണ്ടാക്കണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് ഇച്ചിരി ടഫ് തന്നെയാണ് മാർക്കറ്റിന്. അത് ഓക്കെ 8000 ആയിട്ടുണ്ട്. ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ ഓവറോൾ നമുക്ക് 8000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സിങ് ഹൈ ഉണ്ടല്ലോ, സിങ് ഹൈ എടുത്തതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ, അത് നമുക്ക് ഓർഡറൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 1136 എൻട്രി 1190 അതായത് ഒരു 60 പോയിന്റ് കിട്ടിയിട്ടില്ല, 50 പോയിന്റിൽ ഏറെ ഉണ്ട്. നമുക്ക് കുഴപ്പമില്ല. ഇനിയും താഴെ, അതായത് ഇനിയിപ്പം എന്താ വെച്ചാൽ ഒരു ലിക്വിഡിറ്റി ഡൗൺ സൈഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്യാൻ താഴേക്ക് തന്നെ വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പല സമയത്തും അങ്ങനെ അത് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ വീണ്ടും റിവേഴ്സ് വരുമ്പോൾ നമുക്ക് SL അടിച്ചു പോകും, പ്രീമിയം തീറ്റടിക്കുക മൂലം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ സ്ട്രൈറ്റ് അവിടെ നിന്ന് മുകളിൽ പോവാണെ പോട്ടെ, കുഴപ്പമില്ല. കാരണം ഇതങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ കുറേ നമ്മൾ പ്രീവിയസ് ടൈമിലൊക്കെ ചെയ്യുന്ന കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരുപാട് നല്ല പ്രോഫിറ്റ് കാണിക്കും, വീണ്ടും താഴെ ഒന്ന് ലിക്വിഡിറ്റി എടുക്കാൻ വരുമ്പോൾ നമ്മുടെ SL അടിച്ച് പോകുന്ന രീതിയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിങ് ഹൈ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആണ് അവിടെ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെയും റീ എൻട്രി ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഇനി താഴേക്ക് 55,000 താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11:15 ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ട്രേഡിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ SL അടിച്ചു വരുന്നു. കാരണം മാർക്കറ്റ് നല്ല മുകളിൽ പോയി അതേപോലെ നേരെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി താഴെ വന്നു. നമ്മൾ മാർക്ക് ചെയ്ത ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് മുകളിലേക്ക് പോയി നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ നമുക്ക് അപ്സൈഡിലേക്കുള്ള ട്രേഡാണ് ഇനി നോക്കുന്നത്. അപ്സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. അഗെയിൻ നമ്മൾ നേരത്തെ എൻട്രി എടുത്തതിന് ഒരുപാട് താഴെ ആ ഏരിയ എത്തിയപ്പോൾ തന്നെ പ്രീമിയം ഒരുപാട്, നമുക്ക് നേരത്തെ എടുത്ത പ്രീമിയം എത്രയാണ് 1036 എൻട്രി എടുത്തത്. ഇപ്പോൾ ഏതുവരെ പോയിന്നുണ്ട്, 1060 വരെ പോയി. നമ്മൾ നേരത്തെ ആ എടുത്ത എൻട്രിയിലും വെച്ചിരിക്കുകയാണെങ്കിൽ ഡേ ഹൈ ടാർഗറ്റ് വെച്ചിരിക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ. SL അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളൊരു പ്രീവിയസ്ലി ഒരു എക്സ്പീരിയൻസ് വരുന്ന സമയത്താണല്ലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മൾ സ്വയം തന്നെ ചെയ്യണം. അതാരും നമുക്ക് പറഞ്ഞുതരാനോ കാര്യങ്ങൾക്കോ ഉണ്ടാവില്ല. കാരണം നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്തിട്ട് അതിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് എപ്പോഴും വർക്കായിക്കൊള്ളുന്നില്ല, പക്ഷേ പ്രോബബിലിറ്റി നമ്മൾ മാക്സിമം പ്രോബബിലിറ്റി ആണല്ലോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി പറ്റും. നിഫ്റ്റിയിലാണെങ്കിൽ ഈ താഴെയാണ് വരുന്നത്, ഏതിലാണ് വരുന്നതനുസരിച്ച് ചെയ്യാം നമുക്ക്. ബാങ്കിലാണ് ആദ്യം വരുന്നെങ്കിൽ കൺട്രി, നിഫ്റ്റിയിലാണ് വരുന്നെങ്കിൽ നിഫ്റ്റി എടുക്കാം, നോക്കാം. ഏതായാലും നമ്മുടെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊരു 8000 സംതിങ് ഒക്കെ പ്രോഫിറ്റ് ഉണ്ട്. സെക്കൻഡ് ട്രേഡാണ്. ഓക്കെ, മാർക്കറ്റ് അങ്ങോട്ട് വരട്ടെ, നമുക്ക് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. നിഫ്റ്റി കുറച്ചും കൂടി താഴെ വരണം എന്ന് എനിക്ക് തോന്നുന്നത്. ബാങ്ക് എടുത്തെത്താനായിട്ടുണ്ട് എൻട്രി ഏരിയൻ്റെ. സ്റ്റിൽ നിഫ്റ്റിയിൽ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ 55,000 കോൾ ഓപ്ഷൻ ആഡ് ചെയ്തേക്കാം. നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും കുറഞ്ഞ പ്രീമിയത്തിലാണ് ഇപ്പോൾ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എൻട്രി, പക്ഷേ പ്രീമിയം ചാർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി താഴേക്കാണല്ലേ. നോക്കാം, എൻട്രി എടുക്കാം, വെയിറ്റ് ചെയ്യാം. എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്, റെഡിയാക്കി വെക്കാം കോൾ ഓപ്ഷൻ. ഓക്കെ, എൻട്രി എടുക്കാം. നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് 1170 നമുക്ക് എൻട്രി കിട്ടിയത്. നമുക്ക് ചെറിയ ലോസിലാണ്, താഴേക്കാണ് വരുന്നത് അല്ലേ, ചെറിയ ലോസിലാണ്. അവിടെ നിന്ന് റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ ഇല്ല, റിവേഴ്സൽ ഇല്ല, SL അടിച്ചിട്ടുണ്ട്. എൻട്രി 11:17 എൻട്രി, 11:17 എക്സിറ്റ്. നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ടില്ല കേട്ടോ. നിഫ്റ്റിയിൽ വേണമെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ട്രേഡും കൂടി നോക്കാം അല്ലേ. സെക്കൻഡ് ട്രേഡ് SL നമുക്ക് 1070 എൻട്രി, 1050 എക്സിറ്റ്. ഓൾമോസ്റ്റ് ആ ട്രേഡിൽ 3000 ലോസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓവറോൾ നമ്മുടെ 8000 മാറിയിട്ട് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈവൻ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ പ്രീമിയം നമ്മുടെ എക്സിറ്റ് അടിച്ച 1050 വരെ വന്നിട്ട് ഒരു റേഞ്ചിൽ തന്നെയാണ്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ ചാൻസ് വരികയാണെങ്കിൽ ഇത് ഒരു അറ്റംപ്റ്റ് കൂടി ചെയ്ത് വെക്കാം. ഒരു ട്രേഡും കൂടി, ഒരു SL ആയിട്ടല്ലേ ഉള്ളൂ, ഒരു ചാൻസും കൂടി എടുക്കാം. പക്ഷേ മൂന്നാമത്തെ ട്രേഡ് അതിനെക്കൊണ്ട് സ്കാൽപ്പിംഗ് രീതിയിലാണ് ചെയ്യണുള്ളൂ. ഇനി അങ്ങോട്ട് അധികം പ്രോഫിറ്റ് വരുന്നതനുസരിച്ച് ലോക്ക് ചെയ്ത് പോകുന്ന പരിപാടി ചെയ്യാം നമുക്ക്. ഒരു ട്രേഡ് കൂടി വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം, നല്ല അവസരം വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:28 ആയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ഒരു ട്രേഡും കൂടെ അറ്റംപ്റ്റ് ചെയ്തു നോക്കാം. സെയിം ഏരിയ തന്നെ കേട്ടോ, ബാങ്ക് നിഫ്റ്റി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഏരിയ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നിഫ്റ്റിയിലും ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ട് ഉള്ള ഒരു എൻട്രി ആണ്. ആ ഒരു താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ
സിംഹൈ എത്തുമ്പോൾ ഇറങ്ങാം, അതന്നെ. അതിൽ അധികം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ചെറിയ ചെറിയ സ്കാൽപ്പിങ് പോലെ ചെയ്യാം. അതുപോലെ പ്രോഫിറ്റേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് പോകാം. 1:1 ആയി കഴിഞ്ഞാൽ കോസ്റ്റ് വെക്കാം, 1:2 എബോവ് വന്നാൽ 1:1 വെച്ച് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ ഇതൊരു ട്രെയിലിംഗ് നോക്കാം നമുക്ക് ഓൾറെഡി. കാരണം മാർക്കറ്റ് ചില സമയത്ത് അങ്ങോട്ട് പോയി ഹൈ എടുത്ത് ഇങ്ങോട്ട് വന്ന് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നാമത് നമ്മുടെ പ്രോപ്പർ തന്നെയാണ് എൻട്രി, അതാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൈയിലേക്ക് അത്യാവശ്യം ടാർഗറ്റ് ഉണ്ട്. നല്ലൊരു സ്പൈക്ക് കിട്ടുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ അതല്ല ഇപ്പോൾ എൻട്രി എടുത്ത് താഴേക്ക് തന്നെ വരുന്നതെങ്കിൽ നമുക്ക് ഇന്നത്തെ 2 SL ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. മാക്സിമം 2 SL വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട. കാരണം ഓൾറെഡി ഇപ്പം ഒരു ട്രേഡ് പ്രോഫിറ്റിലാണ്, രണ്ടാമത്തെ ട്രേഡ് SL ആണ്. ഇതും കൂടെ SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 24,450 കോൾ ഓപ്ഷൻ റെഡിയാക്കി വെക്കണം. 128 റേഞ്ചിലൊക്കെ പ്രീമിയം വരുമ്പോൾ 130 വെക്കാം. ഇപ്പോൾ 132 ഏകദേശം എൻട്രിൻ്റെ തൊട്ടടുത്തതിൻ്റെ. അതെന്താ വെച്ചാൽ ഞാൻ അങ്ങനെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ 130 താഴെ ആയിരിക്കും പ്രീമിയം ആ സമയത്ത് ഏകദേശം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിമിറ്റ് ഓർഡറിലാണ് കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് മാർക്കറ്റ് ഓർഡർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു പെട്ടെന്ന് എൻട്രി എടുക്കുമ്പോൾ ഒരു സ്പൈക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ രീതി കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കോൾ ഓപ്ഷൻ എടുക്കാം. 130-130 129.85 നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് 130 താഴെ വരുന്ന സമയത്ത് നോക്കാം. നമുക്കിത് വെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇതിരിക്കുക. സെല്ല് വരികയാണെങ്കിൽ ഓക്കെ. ഇനി അഥവാ ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് കൊടുക്കുക ട്രേഡ്. നല്ല അവസരം സ്കാൽപ്പിങ് കിട്ടുകയാണെങ്കിൽ അടിപൊളി. സ്കാൽപ്പിങ് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് നോക്കാം. അധിക ദിവസം സ്കാൽപ്പിങ്ങിന് ഒരുപാട് അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ വലിയ ടാർഗറ്റ് നമുക്ക് ചിലപ്പോൾ മാസത്തിൽ 2-3 പ്രാവശ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വിചാരിച്ച് എപ്പോഴും വെയിറ്റ് ചെയ്യുമ്പോഴാണ് പണി കിട്ടും. കുഴപ്പമില്ല. അപ്പോൾ അതായത് ഒരു എൻട്രി എടുത്തതിന് ശേഷം ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവണേ മാത്രമേ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് 2000 പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാൻ 3000 റേഞ്ചിലായിട്ടുണ്ടല്ലോ. നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കണം. ഓക്കെ, 3000 വന്നിട്ടുണ്ട് പ്രോഫിറ്റ്. ഓക്കെ, 3000 ആയിട്ടുണ്ട്. നമ്മുടെ 1:1 ആയിട്ടുണ്ട്. 1:1 ആയി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. മൊബൈലിലാണ് കേട്ടോ മോഡിഫൈ ചെയ്യുന്നത്, മൊബൈലിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ട്രേഡിൽ ലോസ് വരണ്ട. ലോസ് മീൻസ് ലോസ് ഇല്ലാതെ നിൽക്കാം. അതായത് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം ഇനി അഥവാ താഴേക്ക് വരികയാണെങ്കിൽ. ഇനി ഇൻ കേസ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ 1:2-3 ഒക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇനി അഥവാ ആ രീതിയിലാണ് ചെയ്യുന്നത് ഈ ട്രേഡ്. നെക്സ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള സിംഹൈ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാവും. നിഫ്റ്റിയിലാകുമ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റം കിട്ടുമ്പോൾ അത്യാവശ്യം വരും പ്രോഫിറ്റ്. 150 ഉണ്ട് പ്രീമിയം അല്ലേ തൊട്ടടുത്തുള്ള ഹൈ. അവിടുന്ന് 150 എന്ന് പറഞ്ഞാൽ ഇനി ഒരു 20 പ്രീമിയം 20 പോയിന്റ് ഉണ്ട്. അപ്പോൾ അഥവാ ഒരു സിംഹൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 20-25 പോയിന്റിൻ്റെ അടുത്ത് ഉണ്ടാവും. മതി, നമ്മൾ 1:5 അടുത്ത് തന്നെ ആവും അത്. നോക്കാം. ഇപ്പം അത് എപ്പോഴും നേരത്തെ കിട്ടിയ അതേ പ്രീമിയത്തിൽ തന്നെ പിന്നെയും അവിടെ എത്തുമ്പോൾ കിട്ടണമെന്നില്ല. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിടാം. ഇവിടെ SL അടിച്ചിട്ടുണ്ട്. SL വെച്ചാൽ കോസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഓൾറെഡി 1:2 എബോവ് വന്നിട്ടായിരുന്നു. പക്ഷേ ഞാൻ 1:3 ഒക്കെ എത്തിയിട്ട് 1:1 വെക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. കറക്റ്റ് 1:2 വരെ വന്നതിന് ശേഷം നമ്മുടെ SL കോസ്റ്റ് പ്രൈസിലേക്ക് അടിച്ചു. ഞാൻ ട്രെയിൽ ചെയ്തതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. ഇനി നല്ല അവസരം ഇതുപോലെ നല്ലൊരു ചാൻസ് വരികയാണെങ്കിൽ എടുക്കുക. ഒരു ട്രേഡും കൂടി വേണം ഇന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് ലോസ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒറ്റ കൂടി ചെയ്ത് നോക്കാം. നമുക്ക് നല്ല ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കൊരു എൻട്രി കൂടെ എടുക്കാം. സമയം 2:23 ഒരു എൻട്രി എടുക്കാം. ഒരു കോൾ ഓപ്ഷൻ എടുക്കാം. ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി ആണത്. 55,000 കോൾ ഓപ്ഷൻ തന്നെ എടുക്കാം ഞാൻ. പിന്നെ നമുക്ക് എൻട്രി വന്നത് 1010 ഇപ്പം. നമുക്ക് 1010 അതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 1:30 സമയത്ത്. പക്ഷേ സെയിം ടൈമിൽ അതല്ല, നമ്മൾ ആ ഒരു ട്രേഡ് എടുത്ത ഉടനെ തന്നെ നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി വന്നു, ബാങ്കിന് ഡൗൺ സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞാൻ അത് ആ ട്രേഡ് വേഗം എക്സിറ്റ് ചെയ്ത് വെച്ചാൽ ആ ട്രേഡിൽ നിന്ന് ഇറങ്ങിയാണ്. കാരണം കുറച്ചുകൂടി നല്ലൊരു കൺഫർമേഷൻ വന്നിട്ട് എടുക്കാമെന്ന് വെച്ചാൽ. ഇതൊരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി ആണ്. സമയം 2:23 ആയിട്ടുണ്ട്. നമുക്ക് അധികം സമയമില്ല. ആ ഒരു ജസ്റ്റ് സിംഹൈ എടുക്കുമ്പോൾ തന്നെ ഇറങ്ങാം. അതാണ് പ്ലാന്. അധികം വെയിറ്റ് ചെയ്യണ്ട. ഇനി അഥവാ SL ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞും ചെയ്തല്ലോ. ഓൾമോസ്റ്റ് നമുക്ക് പിന്നെ
ഇന്ന് ശരിക്കും നമ്പർ ഓഫ് ട്രേഡ്സ് നോക്കുകയാണെന്ന് നമുക്കിപ്പോൾ എത്ര ട്രേഡായി 3 4, പക്ഷേ ആകെ നമ്മൾ ഫസ്റ്റ് ട്രേഡ് സെക്കൻഡ് ട്രേഡ് ആ 2 ട്രേഡാണ് എടുത്തത്. മൂന്നാമത്തെ ട്രേഡ് ഇപ്പോഴേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നിഫ്റ്റിയിൽ എടുത്ത ട്രേഡ് നിങ്ങൾ കണ്ടതാണ്. ആ ട്രെയിലിംഗ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ ട്രേഡായിരുന്നു. പക്ഷേ അതിലും നമുക്ക് വലിയ പ്രോഫിറ്റ് 6000 വരെയൊക്കെ പോയിട്ട് പിന്നെ വീണ്ടും ലോസിലേക്ക് വന്നതാണ്. അതും ഒരു സ്വിംഗ് ഹൈ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി നോക്കിയതാണ്. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. അതും വേറെ ഒരു റീസൺ ഉണ്ട്. കറക്റ്റായിട്ട് 55,000 മുകളിൽ പോയി ഒരുപാട് ആളുകളൊക്കെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. 55,000 മുകളിലേക്ക് പോകുകയാണെന്ന് പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് എഗെയിൻ വന്ന് താഴെ വന്നപ്പോഴാണ് ഒരു ആളുകൾ സ്റ്റോപ്പ് ലോസ് വെച്ച ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ വീണ്ടും ഓഫ് സൈഡിലേക്ക് ട്രേഡ്, ഒരു അഗ്രസീവായിട്ടൊരു ട്രേഡാണ് എടുത്തത്. സമയം 2:24 നമുക്ക് അധികം സമയം ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ അത് സ്വിംഗ് ഹൈ വരെ പോകുമോ എന്നറിയില്ല. ഇനി അഥവാ അതിൻ്റെ ഇടയിൽ 3 മണീൻ്റെ സമയത്തൊക്കെ അതിൻ്റെ ഇടയിൽ സെൻറ്ററിലൊക്കെ തന്നെയാണെങ്കിൽ ഉള്ള പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങും കേട്ടോ. മാക്സിമം 3 മണി വരെ 3:05 വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സമയം എടുത്തിട്ടാണ്. ഇനി അതെല്ലാം താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ നാളെ നോക്കാം. അതാണ് പ്ലാന്. ഞാൻ പറഞ്ഞു നേരത്തെ ഈ 54,900, പിന്നെ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളൊരിതില്ല. ഞാൻ എടുത്തപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ആ ഒരു ഏരിയ ഞാൻ ഇട്ടില്ല. കാരണം അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ ചാർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മുകളിലേക്ക് ചാൻസ് ഉള്ള സമയമാണ് 1:20 സംതിങ് കണ്ടാകുന്നുണ്ട്. ആ സമയത്ത് അപ്സൈഡിലേക്കും ചാൻസ് ഉണ്ടായിരുന്നു, ബാങ്കിൽ ഒരു താഴേക്കും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബാങ്കിൽ എടുത്തപ്പോഴാണ് നിഫ്റ്റി കണ്ടത്. പിന്നെ അത് ഇറങ്ങിയ ട്രേഡ് എന്ന് വെറുതെ റിസ്ക് എടുക്കണമെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ അധികം പ്രോഫിറ്റ് ഒന്നും വന്നിട്ടില്ല. ചെറുതായിട്ട് പ്രോഫിറ്റൊക്കെ വന്നിട്ടുള്ളൂ ആ ട്രേഡിൽ. അധികം നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല. അപ്പോൾ അത് എക്സിറ്റ് ചെയ്ത് നല്ല ചാൻസ് വരട്ടെ നോക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. നല്ല ചാൻസ് എന്ന് പറഞ്ഞാൽ ഒക്കെ പ്രോബബിലിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചാൻസാണെന്ന് വിചാരിച്ചെടുക്കുന്ന ട്രേഡ് ടാർഗറ്റ് അടിക്കണമെന്നില്ല. ചിലപ്പോൾ വലിയൊരു ചാൻസ് ഇല്ലാത്ത, പ്രോബബിലിറ്റി ഇല്ലാത്ത സാധനം ചിലപ്പോൾ ടാർഗറ്റും അടിക്കാം. അവരൊക്കെ മാർക്കറ്റിൽ വരുന്ന സംഭവം തന്നെയാണ്. ഏതായാലും നോക്കാം. കയറുന്നുണ്ട്, കയറി വരുന്നുണ്ട്. 7,000 ഒക്കെ ആയി ഓവറോൾ. നേരത്തെ 5,000 പ്രോഫിറ്റ് ഉള്ളതാണ് കേട്ടോ അത്. കയറട്ടെ. അതുപോലെ നിഫ്റ്റി ഒരു ലിക്വിഡിറ്റി എടുക്കാണ്ട് അപ്സൈഡ്. നിഫ്റ്റിയിൽ 24,495 റേഞ്ചിലൊക്കെ, അതായത് 24,500 താഴെ നിന്ന് ഒരുപാട് സമയമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് താഴേക്ക് ഇങ്ങനെ. അപ്പോൾ ചിലപ്പോൾ അത് അവിടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് ഈസി ആയിട്ട് ടാർഗറ്റ് അടിക്കും. ഓക്കെ, കയറി വരുന്നുണ്ട്. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫാസ്റ്റ് ഫോർവേഡ് അടിക്കേണ്ടതാന്ന് തോന്നുന്നുണ്ട്. പറന്ന് പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ട്. നിഫ്റ്റി വലിയ പറക്കലില്ലല്ലോ. നിഫ്റ്റി 24,460 ബാങ്കിൽ പോകുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. സമയം 2:33 ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു നമ്മുടെ ടാർഗറ്റ് ഏരിയ എത്തിയിട്ട് സ്വിംഗ് ഹൈ എത്തിയിട്ട് നമുക്ക് ഇറങ്ങാൻ ട്രേഡിന്ന് 16,000 ഒക്കെ ആയിട്ടുണ്ട് പ്രോഫിറ്റ്. പക്ഷേ നിഫ്റ്റി ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. 24,495 ഞാൻ പറഞ്ഞ ഏരിയ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ അതെടുക്കാൻ പോവുമോ അല്ല നമുക്ക് വെയിറ്റ് ചെയ്യണോ? ഇല്ല, ബാങ്ക് ആ ഒരു സ്വിംഗ് ഹൈ എടുത്തോണ്ട് തന്നെ ഇറങ്ങായിരിക്കും നന്നാവുക. ഓവറോൾ ഇപ്പോൾ നമുക്ക് ഒരു ട്രേഡിൽ 1:5 അടിച്ചിട്ടുണ്ടാവും. 2 ട്രേഡും കൂടി കൂട്ടി നോക്കുകയാണെങ്കിൽ അല്ലേ. എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ 100 പോയിൻറ്റ്സ് അബോവ് ആയിട്ടുണ്ട്. എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്ത സമയത്ത് പ്രീമിയം കുറച്ച് കുറവിലാണ് കിട്ടിയില്ലേ. അതായത് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,090 ഉണ്ടായിരുന്നു പ്രീമിയം. അപ്പോൾ നമുക്ക് എക്സിറ്റ് ആയത് 1,082 കുഴപ്പമില്ല. എന്നാലും നമ്മൾ എബോവ് 15,000 ഉണ്ട്. ഓവറോൾ ആ ഒരു ട്രേഡിൽ അത്യാവശ്യം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 1,010 എൻട്രി എടുത്തു, 1,080 സംതിങ്ങിന് എക്സിറ്റ്. ഓൾമോസ്റ്റ് 70 എബോവ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റി ഞാൻ പറഞ്ഞില്ല, നിഫ്റ്റി ആ ഒരു 24,495 ആ റേഞ്ചാണ് തോന്നുന്നത്. ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നമുക്ക് ട്രേഡ് നോക്കാം. പക്ഷേ അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല ഇതുവരെ. ഇനി അത് എടുക്കുകയാണെങ്കിൽ ബാങ്കിൽ നമുക്ക് സുഖമായിട്ട് 100 പോയിൻ്റൊക്കെ കിട്ടാം. 1,090 ആയിരുന്നു ഇപ്പോൾ പ്രീമിയം. നമ്മൾ എക്സിറ്റ് ചെയ്ത് 1,082 കുഴപ്പമില്ല. നമ്മുടെ സമയം 2:30 ഇനിയൊന്നുമില്ല. നമ്മൾ ഇന്ന് ഓവറോൾ ട്രേഡ് നമ്പർ ഓഫ് ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ 4 ചെയ്തിട്ടുണ്ട്, 4-5 ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ പ്രോപ്പറായ ഒരു ട്രേഡ് എന്ന് പറയാം 3 ട്രേഡേ ഉള്ളൂ. മറ്റേത് ഓക്കെ സ്റ്റിൽ എടുത്തിട്ടില്ല. ഇനി അതെടുത്ത് താഴേക്ക് നോക്കാനാണ് ടൈമൊന്നുമില്ല നമുക്ക്. കാരണം 2:40 ആവാനായില്ലേ. ഇനി നമുക്ക് റിസ്ക് എടുക്കണ്ട. പ്രീമിയം ബാങ്ക് ഇനി പോകുന്നുണ്ടല്ലേ.
1993 ആയി. അതെ അതെ അതെ, പോണ നിയർലി ആ ഒരു ലോ ഏരിയയിൽ നിന്ന് 100 പോയിന്റ്സ് പോയില്ലേ ബാങ്ക്. കറക്റ്റായിട്ട് 100 പോയിന്റ്സ് പോയി. 100 1103 1100 സുന്ദരമായിട്ട് നമുക്ക് ഈവൻ 70 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാം 100 പോയിന്റ് ആണെങ്കിൽ ഈവൻ സുഖമായിട്ട് 100 പോയിന്റ് അടുത്ത് വരെയൊക്കെ പോയിണ്ടായിരുന്നു. ഏതായാലും കുഴപ്പമില്ല, ഇനി നാളെ നോക്കാം. നമുക്ക് ഓവറോൾ ഇന്ന് 15,000 പ്രോഫിറ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു, ബൈ.